ഡോക്ടർ ആർ വേണുഗോപാൽ, ഇവിടിപ്പോൾ വിരുദുനഗറിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അപകടവും ഇതുപോലെ നിർമ്മാണ യൂണിറ്റിലുണ്ടായ അപകടമാണ് ഇവിടെയും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും മാർഗനിർദ്ദേശങ്ങളും വരുമ്പോൾ ഈ ഇടങ്ങളിൽ കൂടിയുള്ള സേഫ്റ്റി നമുക്ക് ഉയർത്താൻ പറ്റുമെന്നൊരു സാധ്യത താങ്കൾ മുന്നോട്ട് വെക്കുകയുണ്ടായി. ഇവിടെ ഇപ്പോൾ മറ്റൊരു തരത്തിൽ കൂടി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത്തരം തീക്കളികൾ ഉള്ള മനുഷ്യന്റെ ജീവൻ അപഹരിക്കുന്ന ആഘോഷങ്ങൾ വേണമോ വേണ്ടയോ എന്നത് സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഓരോ അപകടങ്ങളുടെയും സമയത്ത് നമ്മൾ ഇത്തരം ചർച്ചകൾ നടത്തും. പക്ഷേ ഇതൊന്നും പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അവിടെ താങ്കളുടെ നിർദ്ദേശം എന്താണ്? വളരെ സേഫ്റ്റി മാർഗങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ഈ ആഘോഷങ്ങൾ നമുക്ക് തുടർന്ന് പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്, പക്ഷേ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. പല ഉദ്യോഗസ്ഥരും രഹസ്യമായൊക്കെ ഈ പല സമ്മർദ്ദങ്ങൾക്കും വഴങ്ങേണ്ടി വരുന്നു എന്ന കാര്യങ്ങൾ പോലും വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സാധ്യതയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ജനസാന്ദ്രത വളരെ കൂടുതലാണ്. നമുക്കിവിടെ ലാൻഡ് കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് സേഫ്റ്റി ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. കേരളത്തിൽ പെസോയുടെ ലൈസൻസ് 2 എണ്ണേ ഉള്ളൂ, നിങ്ങൾക്കറിയോ. ബാക്കി എല്ലാം തന്നെ ജില്ലാ കളക്ടറുടെ ലൈസൻസാണ്. എന്തുകൊണ്ട്? 15 കിലോ ലൈസൻസിൽ ഉള്ള ആ ലിമിറ്റേഷൻസ് വെച്ച് അവരൊരു തട്ടിക്കൂട്ട് പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഇതിനെയെല്ലാം ഈ ചെറുകിട ഫാക്ടറികളെയെല്ലാം തന്നെ കഴിഞ്ഞ 2016 ഞാൻ അന്നത്തെ അഗ്രികൾച്ചർ മന്ത്രിയായിരുന്നു സുനിൽ കുമാറിന് ഞങ്ങൾ ഒരു ഡിസ്കഷനിൽ ഞങ്ങളൊരു തീരുമാനം ഉണ്ടാക്കുകയുണ്ടായി. അതായത് ഒരു ഫയർ വർക്ക്സ് പാർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതൊരു 50 ഏക്കർ സ്ഥലത്ത് ഈ ഫയർ വർക്ക്സ് പാർക്ക് ഉണ്ടാക്കിയിട്ട് അവിടത്തേക്ക് ഈ ചെറുകിട പടക്ക നിർമ്മാണങ്ങളെല്ലാം അങ്ങോട്ട് മാറ്റുക. കാരണം ഓരോ ഫാക്ടറിക്കും 45 മീറ്റർ സേഫ്റ്റി ഡിസ്റ്റൻസാണ് നമുക്ക് വേണ്ടത്.